വിളിക്കാനോ കൊടുവാട് ചോദിച്ചു. അപ്പോൾ തേങ്ങ വിളിച്ച് കൊണ്ട് തരാൻ പറഞ്ഞാൽ കൊടുക്കുകയും പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ടോണെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി നോക്കുമ്പോൾ വാതിലൊക്കെ അടച്ചിരിക്കും. അങ്ങനെ ജനാലിൽ മുട്ടി വിളിച്ചപ്പോൾ വന്ന് ജനലിൽ ഓർന്നു. പിന്നെ മേത്താകെ ചോരയാണ്. ഹായ് ഫ്രണ്ട്സ്, രുദ്രാർദ്ധ 2021 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്ന അതിക്രൂരമായ ഒരു മരണവാർത്ത. മാതാവിന് സ്വന്തം മകനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ഒരു വളരെ വേദനാജനകമായ ഒരു ക്രൂരകൃത്യം. ആരെന്ത് ചെയ്താലും തനിക്ക് താങ്ങായി തണലായി തൻ്റെ മക്കൾ ഉണ്ടാകുമെന്നതാണ് ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ചിന്ത, അല്ലേ? അച്ഛൻ ഉപേക്ഷിച്ചു പോയ മകനെ ഒറ്റയ്ക്ക് നിന്ന് വളർത്തി ഒരു കരയ്ക്കടിപ്പിക്കാൻ ശ്രമിച്ച ഒരമ്മയ്ക്ക് ലഭിച്ച കൂലിയാണ് സ്വന്തം മകനിൽ നിന്ന് ലഭിച്ച മരണം. ചേതനേറ്റ കിടക്കുന്ന അമ്മയെ നോക്കി ചെയ്ത കുറ്റത്തിന് കരയുന്നൊരു മകനായിരുന്നുവെങ്കിൽ ഓക്കെ, ഇവൻ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഇതിൽപ്പെട്ട് ചെയ്തതാണെന്നും ബോധം വന്നപ്പോൾ അവന് കുറ്റബോധം ഉണ്ടായിരുന്നുവെങ്കിലും നമുക്ക് പറയാമായിരുന്നു. പക്ഷേ മരണം നടന്നതിന് ശേഷം ഇവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തന്നെ ജനിപ്പിച്ചതിനുള്ള കൂലിയാണ് അവർക്ക് കൊടുത്തതെന്ന്. ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ കാണണ്ടേ അവനെ? ആ മാതാവിനെയും അവനെയും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടല്ലോ, ഇവനെക്കുറിച്ച് ഈ മരണപ്പെട്ട സുബേദിയുടെ സഹോദരി സക്കീനയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. +2 പഠിച്ച് പിന്നെ അവൻ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് 1.5 ലക്ഷം രൂപ കൊടുത്ത് JDTയിൽ ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് അടിച്ച് പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞ നമ്മൾ ഓനതിന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഓന് ചെയ്ത്. അത്ര തന്നെ. ഓനൊരു പ്രശ്നമില്ലാതെ ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചതല്ലേ, ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. ഓന് അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല. ഓൻ 4 ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനോട് പറഞ്ഞ് ഓനെ വിളിക്കി പറഞ്ഞ്. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഓന് ഒരു 100 രൂപ വേണം എന്ന് ഗൂഗിൾ പേ ചെയ്യാറിന് ഇന്നെ വിളിച്ചിരുന്നു. അത് ഞാൻ ഓളോട് പറഞ്ഞില്ല, ഓക്ക് വിഷമാവണ്ട വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു ഗേറ്റ് പൂട്ടണ്ട, ഓനിപ്പോ വരും, അപ്പൊ ഗേറ്റിന്റെ ചാടി കടന്ന് വരുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓളെ മോനല്ലേ, അപ്പൊ ചാടി കടന്ന് വരുമ്പോ നമ്മളെ വീടാകുമ്പോ നമ്മൾ അങ്ങനെ അധികാരം കാട്ടുമ്പോ ഒക്കെ വിഷമാവണ്ട വെച്ച് ഞാൻ പൂട്ടാൻ പറ്റുന്ന തിരിച്ചു വന്നേ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാള്, ലൈറ്റും ഓഫ് ആയിക്കാളെന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോ ഈ കാഞ്ഞാമയിലുള്ള ഒരു ചെക്കന് ഓനവിടെ എന്നെ വെച്ച്. അപ്പൊ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തോ നല്ല അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച്. ഞാൻ കഴിച്ച് തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാനോള് പറയുന്നത്. അപ്പൊ ഓന് വേഗം കുളിച്ച് ഞാൻ ഇവളോട് പറഞ്ഞു നമ്മൾ രണ്ടാളും വേഗം തിന്ന് ഇവിടുന്ന് മേശെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓന് പിന്മാറി കൊടുക്കുന്നിട്ട് ഓൻ നല്ലോണം കഴിച്ചോട്ടോ, കുറച്ച് സൈഡിൽ ഇവിടെ നിന്ന് ഇല്ലാണ്ട്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പൊ ഞാന് എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രമെല്ലാം നിറച്ചോന് ഞങ്ങളെ വീട്ടിൽ നിൽക്കുകയത് കൊണ്ട് ഓന് വിഷമം ഒന്നും ഉണ്ടാകുന്ന ഓക്ക് ഇഷ്ടമല്ല. ഓള് എപ്പോഴും എന്നെ അപായപ്പെട്ടിട്ടോ ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയലാ, ഓനൊരു ഏറ്റുമുട്ടുകയും ചെയ്യരുത്. അപ്പൊ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഓനായിട്ട് കൊളത്താൻ പോയാലേ ഓനോട് ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് വിശ്വാസമായി. എനക്കൊടുങ്ങി ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരെ വെളുത്ത് പോയപ്പോ ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത് ഓളൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്. ഞാൻ 4 മണിക്ക് എണീച്ച് ഇവർക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. 2 മണിയായപ്പോ വീട്ടില് ചേച്ചി എന്നെ വിളിക്കുകയാണ്. ഇപ്പൊ വിളിച്ചപ്പാണ് ഇങ്ങനെ പ്രശ്നമാണ്, സക്കീന ഓടി വന്ന് പറഞ്ഞപ്പോ 2 വാതിലും കുറ്റിട്ടുണ്ട്. അത്ര തന്നെ. സക്കീനയുടെ വാക്കുകൾ കേട്ടല്ലോ നിങ്ങൾ. ഈ കൃത്യം ചെയ്തതിന് തലേ ദിവസം ടൂർ കഴിഞ്ഞ് വന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ച് സ്വസ്ഥമായി ഉറങ്ങാൻ പോയവനാണവൻ. സ്വസ്ഥമായി ഉറങ്ങി രാവിലെ ഇവർ എഴുന്നേറ്റ് കാണുമ്പോൾ അമ്മയും മകനും ഉറങ്ങുകയാണ്. രണ്ടിടത്തായിട്ട് ഉറങ്ങിക്കിടക്കുന്നു. ഇവർക്കായിട്ട് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളും ഉണ്ടാക്കി വെച്ച് അവർ ജോലിക്കായിട്ട് ഇറങ്ങിപ്പോകുന്നു. ജോലി സ്ഥലത്ത് വെച്ചാണ് തൻ്റെ സഹോദരിയുടെ മരണവാർത്ത അറിഞ്ഞ് അവർ ഓടിയെത്തുന്നത്. ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അവൻ ജനങ്ങളോട്, പുറത്തുള്ള നാട്ടുകാരോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തന്നെ ജനിപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് അവർക്ക് കൊടുത്തതെന്ന്. എന്ത് കുറ്റമാണ് അവർ നിന്നോട് ചെയ്തത്?
അച്ഛനില്ലാത്ത നിന്നെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി വളർത്തിയതും. ആരെന്ത് ചെയ്താലും സഹോദരി പറയുന്നുണ്ട്, അവൻ നിന്നെ ഉപദ്രവിക്കും, നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആ വിശ്വാസമുണ്ടായിരുന്നു തൻ്റെ മകൻ തന്നെ ഒന്നും ചെയ്യില്ല എന്ന്. ഒരമ്മയുടെ ആ ഒരു വിശ്വാസമാണ് നീ തകർത്തത്. ട്യൂമർ എന്ന് പറയുന്ന മഹാമാരിയിൽ അടിമപ്പെട്ടിരുന്ന സുബൈദയെ സംരക്ഷിക്കാനായി, സർജറിക്ക് ശേഷം നോക്കാനായി സക്കീന തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സക്കീനയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതാണ്, മകൻ ഗൾഫിലാണ്. സുബൈദയും തൻ്റെ മകനെയും സക്കീന സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനൊരു ഡ്രഗ് അഡിക്റ്റാണ് മകനെന്ന് തിരിച്ചറിവിൽ അവനെ ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കുന്നു. ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് മൊത്തത്തിൽ ഭേദമായി എന്നുള്ള വ്യാജനെ അവൻ 6 മാസത്തിൽ കഴിഞ്ഞു നാട്ടിലെത്തുന്നു. മാതാവിൻ്റെ രോഗവിവരം പറഞ്ഞ് മാതാവിനെ കാണാനായി എത്തി. മാതാവിനോടൊപ്പം വന്നു നിന്ന് താമസിക്കുന്നു. അപ്പോഴേക്കും കൂട്ടുകാരുമായി ഒരു ടൂർ പ്ലാൻ ചെയ്ത് 4 ദിവസത്തെ ടൂറിന് പോകുന്നു. ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു. പിറ്റേ ദിവസമാണ് അവൻ ഈ കൃത്യം ചെയ്തത്. ഇവൻ പോലീസിന് കൊടുക്കുന്ന മൊഴി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഈ ലഹരി ഉപയോഗത്തിനായി പണം ആവശ്യപ്പെടുന്നു. അപ്പോൾ പണം കൊടുക്കുന്നില്ല. മറ്റൊന്ന് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഈ സ്വത്ത് വിൽക്കാൻ പറഞ്ഞിട്ടാണ്. എന്നാൽ സ്വത്ത് വിൽക്കാനും മാതാവ് തയ്യാറായിട്ടില്ല. അതിന്റെ പക കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ മാതാവിനോട് ഈ മകൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തുടർന്നാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ വീട്ടിൽ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ, ഇവനാ വണ്ടിയിലിരിക്കുന്ന ഒരു പിക്ചറുണ്ട്, അതുകൂടെ നമുക്കത് കാണാം. തൻ്റെ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് യാതൊരുവിധ കൂസലുമില്ലാതെ എന്തോ രാഷ്ട്ര സേവനത്തിന് മെഡൽ വാങ്ങാൻ പോകുന്ന രീതിയിലാണ് അവൻ ആ വണ്ടിയിലിരിക്കുന്നത്, പോലീസ് ജീപ്പിലിരിക്കുന്നത്. അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. കണ്ടല്ലോ നിങ്ങൾ, ഇവൻ ആദ്യമായല്ല ഇങ്ങനെ കാണിക്കുന്നത്. ഇതിനു മുമ്പും ഇവൻ അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്. നാട്ടുകാർക്കെല്ലാം ഒരു ശല്യമായിരുന്നു ഇവൻ. നാട്ടുകാർക്ക് ഇവനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടു നോക്കാം നമുക്ക്. 2 വർഷം മുമ്പ് ഇവിടെ പ്രശ്നമായിട്ട് ആൾക്കാരെല്ലാം കൂടെ തല്ലി പിടിയാക്കി കച്ചനുണ്ടാക്കിയിട്ടേ അങ്ങനെ 1 വർഷമൊക്കെ ഉണ്ടായതാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അവനെക്കുറിച്ച് അവൻ്റെ മാതൃ സഹോദരിക്ക് പറയാനുള്ളതും അതുപോലെ തന്നെ നാട്ടുകാർക്ക് പറയാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇവൻ ജനിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നോ? ഒരു കുഞ്ഞും ജന്മനെ ഇങ്ങനെ ആകില്ല അല്ലേ? ഇവരെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് ആരാണ്? നമ്മുടെ സമൂഹമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തെ കാറും തിന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രഗ്സ് മാഫിയ. നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുക? സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവ വൈകൃതങ്ങൾ മാതാപിതാക്കൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ പഴയൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, മാതാപിതാക്കൾ അവരുടെ സുഹൃത്തുക്കളായി മാറണം. എന്ത് കിട്ടിയാലും, എന്ത് കണ്ടാലും, എന്ത് പറഞ്ഞാലും അത് മാതാപിതാക്കളോട് ഷെയർ ചെയ്യാനുള്ള ഒരു സൗഹൃദം അവിടെ സ്ഥാപിച്ചെടുക്കണം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയൊരു അമ്മയ്ക്കും സ്വന്തം മകനിൽ നിന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത്. തക്കതായ നടപടി നമ്മുടെ നിയമം ഏറ്റെടുക്കണം. ഇവൻ ഡ്രഗ് അഡിക്റ്റാണ്, ഇവൻ മനോനില തെറ്റിയവനാണ് എന്ന പേരിൽ ഇവന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടരുത്. ഇവൻ്റെ ഒരു ഫ്രണ്ട്സിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. 4 പേർ അടങ്ങുന്ന ഒരു ടീമുമായിട്ടാണ് അവൻ ടൂറ് പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവൻ ഈ രീതിയാണെങ്കിൽ അവൻ്റെ കൂട്ടത്തിലുള്ളവർ ആ ഒരു അവസ്ഥയിലുള്ളവരായിരിക്കുമല്ലോ. അവരെയും കണ്ടെത്തി ചോദ്യം ചെയ്യണം. അവർ ഇതിന് അഡിക്റ്റ് ആണെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവരുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരാതെ സംരക്ഷിക്കണം. പാവം അമ്മയിലെ ട്യൂമറിനോട് പോരാടി ജയിച്ച് വരികയായിരുന്നു അവർ. ഇന്ന് അവരുടെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കില്ല. പോറ്റി വളർത്തി, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ സ്വന്തം മകൻ ആ ജീവനെടുത്തത് എങ്ങനെ സഹിച്ചു കാണും അല്ലേ? അവനത് കൊണ്ടുവന്നപ്പോഴെങ്കിലും ചിന്തിച്ചു കാണും അല്ലേ? കൊടുവാളുമായി എത്തിയപ്പോഴും അവർ ചിന്തിച്ചു കാണുമായിരിക്കും, തൻ്റെ മകൻ തന്നെ ചെയ്യില്ല, ചുമ്മാ പേടിപ്പിക്കുമായിരിക്കും, ഒന്നും ചെയ്യില്ല. കാശ് ചോദിച്ചു, സ്വത്തുക്കൾ വിൽക്കാൻ ചോദിച്ചു, ഇതൊന്നും സമ്മതിക്കാത്തതാണ് ആ അമ്മ ചെയ്ത തെറ്റ്. അവൻ്റെ കാഴ്ചപ്പാടിൽ ജന്മം കൊടുത്തതാണ് തെറ്റ്. അച്ഛൻ ഉപേക്ഷിച്ച് പോയപ്പോൾ അതുപോലെ അമ്മ ചെയ്യാതെ തൻ്റെ മകനെ പൊന്നെ പാലേന്ന് പറഞ്ഞ് വളർത്തിയില്ലേ? അവനെ പഠിപ്പിച്ചില്ലേ കഷ്ടപ്പെട്ട്? അവർ പറയുന്നുണ്ട് 1.5 ലക്ഷം രൂപ കൊടുത്ത് JDT അഡ്മിഷൻ വാങ്ങിച്ച കാര്യമൊക്കെ. ഇങ്ങനെ ചെയ്തതാണല്ലേ ആ അമ്മ ചെയ്ത തെറ്റ്? ശരിയാണ്, ഇത്രയും ദുഷ്ടത്തരം ചെയ്തതല്ലേ അമ്മ? കഷ്ടപ്പെട്ടു വളർത്തി, അച്ഛനില്ലാതെ സിംഗിൾ പേരൻ്റായിട്ട് നിന്ന് വളർത്തി.
വളർത്തി വലുതാക്കിയ അമ്മയ്ക്ക് ഇതിൽ കൂടുതൽ വലുതൊന്നും അവന് ചെയ്യാനില്ല. നമ്മുടെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുക, ഡ്രഗ്സിനെതിരെ പ്രവർത്തിക്കുക, ഒരു കുഞ്ഞുങ്ങളും അതിനടിമപ്പെടാതെ നോക്കുക. നല്ല നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല സ്വഭാവം, നന്നായി പഠിക്കുന്ന നല്ല കുടുംബത്തിലെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കുമെന്ന് കരുതി വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞു മക്കളാണ് അതിലേക്ക് വഴുതി വീണ് ഇങ്ങനെയുള്ള ഓരോ തെറ്റുകൾ ചെയ്യുന്നത്. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാതെ ഓരോരോ തെറ്റുകളിലേക്ക് വീഴുന്നത്. ഇതിനെ ചെയ്യാവുന്ന ഇത്ര മാത്രം: നല്ല ബോധവൽക്കരണങ്ങൾ കൊടുക്കുക, കുടുംബത്തിൽ നല്ലൊരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക. എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനും അമ്മയോട് സംസാരിച്ച് തുറന്നു പറയാനുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക. ഇനിയൊരമ്മയ്ക്കും ഈ ഒരു അവസ്ഥ വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.